ഇറാന്റെ പിടിയിലായ ഇസ്രായേൽ കപ്പലിലെ ഭാരതീയരുടെ മോചനത്തിന് ശ്രമം ഊർജിതമായി തന്നെ തുടരുകയാണ്. ഭാരതീയരായ ജീവനക്കാരെ കാണാൻ ഭാരതത്തിലെ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇറാന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നതും. അതേസമയം ഇറാനെതിരെ പ്രത്യാക്രമണത്തിന് മുതിരരുതെന്ന് ഇസ്രായേലിന് അമേരിക്ക താക്കീത് നൽകുകയുണ്ടായി. തങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ UN കത്തയക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം യുദ്ധഭീതിയാണ് അവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകളൊക്കെ ലോകരാജ്യങ്ങൾ സാഗൂതം വീക്ഷിക്കുകയുമാണ്. ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഐസൻ, ഏറ്റവും പ്രധാനമായി എടുത്ത് അറിയേണ്ട ഒരു വിഷയം ഇറാന്റെ പിടിയിലായ ഇസ്രായേൽ കപ്പലിലെ ഭാരതീയർ ഉൾപ്പെടെയുള്ളവരുടെ മോചനം തന്നെയാണ്. 3 മലയാളികൾ ഉൾപ്പെടെ 17 ഭാരതീയരാണ് ഇറാന്റെ പിടിയിലായ ഇസ്രായേൽ ശതകോടീശ്വരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മോചനത്തിനായി ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഈ ശ്രമം ഊർജിതമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഓരോ തവണയും ഓരോ നിമിഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഭാരതീയരായ ഈ കപ്പൽ ജീവനക്കാരോട് സംസാരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് അനുമതി നൽകാം എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നതും. ഐസൻ, ഈ വാർത്തയുടെ വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും മനു, ഇറാന്റെ ഏറ്റവും അനുകൂലമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ ഭാരതവുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാരതീയരായ ജീവനക്കാരുടെ മോചനത്തിന് ഇറാനെ യാതൊരു എതിർപ്പും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഔദ്യോഗികമായ ഒരു ചർച്ച എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി നടന്നത്. ഉടൻ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും 17ഓളം വരുന്ന 2 മലയാളികൾ ഉൾപ്പെടെ 17ഓളം വരുന്ന ഭാരതീയരായ ജീവനക്കാരെ കാണുന്നതിന് ഇറാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ സൗകര്യമൊരുക്കാമെന്ന അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ കപ്പൽ ഇവരെ എത്തിക്കഴിഞ്ഞാൽ ഈ കപ്പലിന്റെ മൂവ്മെന്റ്, അതായത് പലരും എഞ്ചിനീയറിംഗും അതുപോലെ എഞ്ചിൻ റൂമിലെ സ്റ്റാഫും നാവിഗേഷൻ സ്റ്റാഫും അത്തരത്തിൽ കപ്പലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യരായ ആളുകളായതുകൊണ്ട് തന്നെ കപ്പലിൽ അവർ തുടരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കപ്പലിന്റെ യാത്രകളിലെല്ലാം തന്നെ സാങ്കേതികമായ ചില വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ബയോമെട്രിക്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം പ്രവർത്തിപ്പിച്ചാണ് കപ്പൽ കൃത്യമായും നിയന്ത്രിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സുരക്ഷ കപ്പലിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് പ്രാഥമികമായി നടക്കുക. ഇതിന്റെ ഭാഗമായിട്ടാണ് എംബസി ഉദ്യോഗസ്ഥരെ കാണാനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ അറസ്റ്റുണ്ടായ കപ്പലിനെ ഇറാൻ പിടികൂടുകയും ഇറാന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തത്. ഇസ്രായേലിലെ ചരക്ക് കപ്പലാണ്. ഇതിൽ 2 മലയാളികളുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ വാർത്തകളായി പുറത്തു വന്നിരുന്നു. ഇവരുടെ മോചനം സാധ്യമാക്കുക എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരവസ്ഥയല്ല. കാരണം ഭാരതവുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ എന്നതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ കർശനമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുകയാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുൻപായി, അല്ലെങ്കിൽ ഇവർ കപ്പലിൽ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും ആ ഒരു വിഷയം, അത് പരിഭ്രാന്തരാകേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകില്ല എന്ന ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്ന് തന്നെയാണ് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള കപ്പൽ വിഷയത്തിലെ കൃത്യമായ നയതന്ത്ര ബന്ധം. അനു.